ഒരുപക്ഷെ ഇത്രയും ഗതികേട് അനുഭവിച്ച ഒരു രാഷ്ട്രപതി പ്രസിഡന്റ് ഈ ലോകത്തൊരുപക്ഷെ ഉണ്ടായി കാണത്തില്ല. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിനാണ് ഈ ദുർവിധി വന്ന് ഭവിച്ചിരിക്കുന്നത്. തൻ്റെ ഭാര്യ ബ്രിഗിറ്റ് മാക്രോൺ ഒരു സ്ത്രീയാണെന്ന് തെളിയിക്കേണ്ട ഗതികേടിലാണിപ്പോൾ ആ കുടുംബം. ഫ്രഞ്ച് പ്രഥമ വനിത ബ്രിഗിറ്റ് ജനന സമയത്ത് പുരുഷനാണെന്ന് ആവർത്തിച്ച് ആരോപിച്ചതിന് ശേഷം അമേരിക്കൻ തീവ്ര വലതുപക്ഷ സ്വാധീന ശക്തിയും രാഷ്ട്രീയ നിരൂപകയുമായ കാൻഡേഴ്സ് ഓവൻസിനെതിരെ മാക്രോൺ മാനനഷ്ടത്തിന് കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ്. ഫ്രഞ്ച് പ്രഥമ വനിത ബ്രിഗിറ്റ് മാക്രോൺ ഒരു സ്ത്രീയാണെന്ന് തെളിയിക്കാൻ ഫോട്ടോഗ്രാഫിക് ശാസ്ത്രീയ തെളിവുകൾ ഒരു US കോടതിയിൽ ഹാജരാക്കാൻ അവർ പദ്ധതിയിടുന്നു. ബ്രിഗിറ്റ് മാക്രോൺ പുരുഷനായി ജനിച്ചുവെന്ന് ആവർത്തിച്ചു പറഞ്ഞ കാൻഡേഴ്സ് ഓവൻസിനെതിരെ മാനനഷ്ട കേസിൽ ദമ്പതികൾ ഈ രേഖകൾ ഹാജരാക്കും. എന്താണ് ഈ കേസ്? ഇതിൻ്റെ ഉത്ഭവം എന്നു മുതലാണ്? ശരിക്കും 2017 ഈ വിവാദം ആരംഭിച്ചത്. ബ്രിഗിറ്റ് മാക്രോൺ ഒരു സ്ത്രീയല്ല, മറിച്ച് ഒരു ട്രാൻസ്ജെൻഡർ വ്യക്തിയാണെന്ന ആരോപണങ്ങളാണ് ഉയർന്നു വന്നത്. ഇപ്പോൾ മാക്രോണും ഭാര്യ ബ്രിഗിറ്റും അവരുടെ ഐഡന്റിറ്റി തെളിയിക്കുന്ന ഫോട്ടോഗ്രാഫിക് ശാസ്ത്രീയ തെളിവുകൾ US കോടതിയിൽ ഹാജരാക്കാൻ തീരുമാനിച്ചു. അമേരിക്കൻ വലതുപക്ഷ രാഷ്ട്രീയ നിരൂപകയായ കാൻഡേഴ്സ് ഓവൻസിനെതിരെ ഈ ദമ്പതികൾ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മാനനഷ്ട കേസ് ഫയൽ ചെയ്തു. കാൻഡേഴ്സ് ഓവൻസ് ട്രംപുമായി ബന്ധപ്പെട്ടയാളാണ്. ബ്രിഗിറ്റ് ഒരു സ്ത്രീയല്ല, പുരുഷനാണെന്ന് ആവർത്തിച്ച് അവർ അവകാശപ്പെടുന്നുണ്ട്. ബ്രിഗിറ്റ് മാക്രോൺ ഗർഭിണിയായതും കുട്ടികളെ മുലയൂട്ടുന്നതും കാണിക്കുന്ന ഫോട്ടോകൾ കോടതിയിൽ ഹാജരാക്കുമെന്ന് ഇമ്മാനുവൽ മാക്രോണിൻ്റെ അഭിഭാഷകൻ ടോം ക്ലെയർ പറഞ്ഞു. ആഗോളവേദിയിൽ ഈ വ്യക്തികൾ, അതായത് മാക്രോൺ കുടുംബം, വളരെ പ്രധാനപ്പെട്ടവരാണ്. അവരെ മനുഷ്യരാണെന്ന് നാം മനസ്സിലാക്കണം. അവരുടെ ഐഡന്റിറ്റിയെക്കുറിച്ച് നുണകളും ഗൂഢാലോചന സിദ്ധാന്തങ്ങളും പ്രചരിപ്പിക്കുന്നത് അങ്ങേയറ്റം അരോചകവും ദുഃഖകരവുമാണ്. അവർക്ക് അത്തരം തെളിവുകൾ ഹാജരാക്കേണ്ടി വരുന്നത് തന്നെ വളരെ ദുഃഖകരമാണെന്നും ഈ അഭിഭാഷകൻ പറഞ്ഞു. ഈ വിവാദം എങ്ങനെ ആരംഭിച്ചു? ബ്രിഗിറ്റ് മാക്രോണിനെ ചുറ്റിപ്പറ്റിയുള്ള വിവാദം 2017 ആരംഭിച്ചു. പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെ ഭാര്യ യഥാർത്ഥത്തിൽ ബ്രിഗിറ്റ് മാക്രോണിന്റെ തന്നെ സഹോദരൻ മൈക്കൽ ട്രോഗിൻസ് ആണെന്നും ലിംഗ സ്വത്ത് മാറ്റത്തിന് ശേഷം പേര് മാറ്റിയതാണെന്നും ഒരു യൂട്യൂബ് ബ്ലോഗർ ഒരു വീഡിയോയിൽ അവകാശപ്പെട്ടു. 2011 ഒരു അഭിമുഖത്തിലും ഈ ബ്ലോഗർ ഇതേ അവകാശവാദം തന്നെ ആവർത്തിച്ചു. ബ്രിഗിറ്റ് മാക്രോണിൻ്റെ സഹോദരൻ്റെ ബാല്യകാല ഫോട്ടോയാണിതെന്ന് അവകാശപ്പെട്ടുകൊണ്ട് അദ്ദേഹം ഒരു ഫോട്ടോയും തെളിവായി ഹാജരാക്കി. ബ്രിഗിറ്റ് മാക്രോണിനോട് സാമ്യമുള്ള ആളായിരുന്നു ആ വ്യക്തി. ഓൺലൈനിൽ കിംവദന്തികൾ പ്രചരിച്ചതോടെ മാക്രോൺ ദമ്പതികൾ ബ്ലോഗർക്കും അവരുമായി ഇൻ്റർവ്യൂ നടത്തിയവർക്കുമെതിരെ മാനനഷ്ട കേസുകൾ ഫയൽ ചെയ്തു. രാഷ്ട്രീയ നിരൂപകയായ കാൻഡേഴ്സ് ഓവൻസ് അവകാശപ്പെട്ടത് ജനന സമയത്ത് തന്നെ അവർ പുരുഷനായിരുന്നുവെന്നും ജീൻ മൈക്കൽ ട്രോഗിനക്സ് എന്നാണ് പേര് നൽകിയതെന്നും ഈ ആരോപണം സത്യമാണെന്നും ഇതിൻ്റെ പേരിൽ തൻ്റെ കരിയർ പോലും പണയപ്പെടുത്താനും തയ്യാറാണെന്നാണ് അവർ അവകാശപ്പെടുന്നത്. അങ്ങനെയാണ് 2025 ജൂലൈയിൽ മാക്രോൺ ദമ്പതികൾ അവർക്കെതിരെ മാനനഷ്ട കേസുകൾ ഫയൽ ചെയ്തത്. എന്നാൽ കാൻഡേഴ്സ് ഓവൻസ് ബ്രിഗിറ്റിനെതിരെ തുടർച്ചയായി ട്രാൻസ്ഫോബിക്കായ പരാമർശങ്ങൾ നടത്തുന്നുണ്ട്. ബ്രിഗിറ്റ് ജനിച്ച സമയത്ത് ആണായിരുന്നു. ഴാൻ മിഖേൽ ടോന്യു എന്നായിരുന്നു പേര്. സ്ത്രീയായി മാറുന്നതിനു മുമ്പ് കുഞ്ഞായിരുന്ന ഇമ്മാനുവൽ മാക്രോണിനെ അവർ പരിചരിച്ചു എന്നു തുടങ്ങിയ പരാമർശങ്ങളാണ് ഓവൻസ് തുടർച്ചയായി നടത്തുന്നത്. ഇത്തരം പരാമർശങ്ങൾ ബ്രിഗിറ്റ് മാക്രോണിനെ വലിയ തോതിൽ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ടെന്നും പല രീതിയിൽ ശ്രദ്ധ തിരിക്കുന്ന തരം പരാമർശങ്ങളാണെന്നും മാക്രോണിൻ്റെ അഭിഭാഷകൻ ടോം ക്ലെയർ പറയുന്നു. 72-കാരിയായ ബ്രിഗിറ്റ് മാക്രോൺ തന്നെക്കാൾ 24 വയസ്സ് കുറവുള്ള ഇമ്മാനുവൽ മാക്രോണിനെ പരിചയപ്പെടുന്നത് ആമിയൻസിൽ ഹൈസ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ്. അന്ന് ഇമ്മാനുവൽ മാക്രോൺ ബ്രിഗിറ്റിൻ്റെ വിദ്യാർത്ഥിയായിരുന്നു. ബ്രിഗിറ്റിന് ആദ്യ വിവാഹത്തിൽ 3 മക്കളുണ്ട്. ബ്രിഗിറ്റ് ഗർഭിണിയായതിൻ്റെ ചിത്രങ്ങൾ തെളിവായി തരുമോ എന്ന ചോദ്യത്തിന് അത് കോടതിയിൽ ഹാജരാക്കുമെന്നാണ് അഭിഭാഷകൻ മറുപടി നൽകിയത്. എന്നാൽ തങ്ങളുടെ പ്രസിഡന്റിന്റെ കുടുംബത്തെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്നവർക്കെതിരെ ഇപ്പോൾ ഫ്രാൻസ് മുഴുവൻ ഒന്നിച്ചു നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഫ്രാൻസിന്റെ പ്രഥമ വനിത ബ്രിഗിറ്റ് മാക്രോണിനെതിരെ ഉയർന്ന വിചിത്രമായ ലിംഗ ഗൂഢാലോചന പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിനെ ഒരു വലിയ വെല്ലുവിളിയിലേക്ക് തന്നെ തള്ളിയിട്ടിരിക്കുകയാണ്. തൻ്റെ ഭാര്യയുടെ വ്യക്തിത്വത്തെ ചോദ്യം ചെയ്യുന്ന വളരെ മോശമായ ഈ വ്യാജ ആരോപണങ്ങളെ നിയമപരമായി നേരിടാൻ അദ്ദേഹം തയ്യാറെടുക്കുന്നു.